ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനപ്പോൾ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഞാനിതിന് മുൻപേ ചെയ്ത് അങ്ങനെ എക്സ്പേർട്ടൊന്നും അല്ല, വരച്ചിട്ടും ഞാൻ എക്സ്പേർട്ടല്ല. അപ്പോൾ ഇത് കണ്ട് ആ ഒരു പടം കണ്ടിട്ട് എൻ്റെ ഒരു ഡ്രസ്സിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ തന്നെ ആദ്യമായിട്ട് ചുരിദാർ തയ്ച്ച് പഠിച്ചൊരു ഡ്രസ്സാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വെറുതെ പ്ലെയിനായിട്ട് കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ എനിക്കൊരു കൊച്ചിൻ്റെ ഇങ്ങനെ കളറിങ് ബുക്കിലൊരു ഒരു ചെമ്പരത്തിയുടെ ഫോട്ടോ കണ്ടപ്പോൾ വിചാരിച്ചു അത് നമുക്ക് നമ്മുടെ ചുരിദാറിൽ വെറുതെ നമ്മളുടെയിലെല്ലാം നമുക്ക് പരീക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനപ്പോൾ ട്രൈ ചെയ്തതാണ്. ഞാനിതിലൊരു എക്സ്പേർട്ടായിട്ടുള്ള ഒരാളും അല്ല. ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുണ്ടാകും. അപ്പം നിങ്ങളിതിൽ കാണുന്ന ഒരാൾ ഒരു എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞുതരിക. ഞാനിപ്പോൾ ഒരു പഴയ മുണ്ടിലാണ് ചുരിദാർ തയ്ച്ച് പഠിച്ചത്. അപ്പോൾ ഒരു ബ്ലാക്ക് കളറിലെ ഡ്രസ്സായിരുന്നു. അങ്ങനെ അതിൽ ഞാനപ്പോൾ ഒരു റെഡ് കളറിലെ ചെമ്പരത്തിയുടെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. ഞാനപ്പോൾ ഒരു റെഡും ഗ്രീൻ കളറിലെ ലീവ്സും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ അത് ഓൾറെഡി നേരത്തെ ക്രയോൺസ് വെച്ച് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും വൈറ്റ് കളറിലെ ചോക്കോ ഒന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്രയോൺസ് വെച്ചിട്ട് ഞാൻ ഓൾറെഡി ഫോട്ടോ നേരത്തെ വരച്ച് വെച്ചു. പിന്നെ പെയിൻറ്റും ബ്രഷും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു നമ്മുടെ എന്തെങ്കിലും പഴയ ഒരു കാർഡ്ബോർഡ് ബോക്സാണത്. അപ്പോൾ അത് ഞാനിങ്ങനെ നടുക്ക് കയറ്റി വെക്കുന്നുണ്ട്, പെയിൻ്റ് അപ്പുറത്തേക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അതും ഉള്ളിൽ കയറ്റി വെച്ചിട്ടാണ് പെയിൻറ്റിങ് തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് ഒരു സജഷൻ തോന്നിയത്. അതായത് നമ്മുടെ ബ്ലാക്ക് കളറിൽ ആദ്യം ഒരു വൈറ്റ് കളറിലെ പെയിൻ്റ് അടിച്ചിട്ട് വേണമായിരുന്നു നമ്മൾ വേറെ എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാൻ. എന്നാലേ അത് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇത് ഡയറക്റ്റ് അടിച്ചതുകൊണ്ട് അത് അത്ര ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഞാൻ വരച്ചത്. പിന്നെ ഇത് വരയ്ക്കാനായിട്ട് ഇപ്പോൾ ഒരു ആപ്പുണ്ട്, പേപ്പർ കോപ്പി എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തോ ഒരു ആപ്പുണ്ട്. അപ്പോൾ ആപ്പ് നോക്കി വരയ്ക്കാനുള്ളവർക്ക് അങ്ങനെ വരയ്ക്കാം. ഞാനതിൽ നോക്കിയിട്ടും ചെറിയ രീതിയിലേ വരുന്നുണ്ടായിരുന്നുള്ളൂ, വലുതായിട്ട് വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ബ്ലാക്കിലായതുകൊണ്ട് തന്നെ എന്തോ വരച്ചിട്ട് അങ്ങോട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അതേസമയം വൈറ്റ് ഡ്രസ്സിൽ ഞാനിങ്ങനെ വരച്ച് നോക്കി, അത് കറക്റ്റായിട്ട് കിട്ടി. ചെറിയ ഡ്രസ്സുകൾ, ചെറിയ ഡിസൈനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിനി എൻ്റെ പെയിൻറ്റിങ് പരിപാടികളിലേക്ക് കടക്കട്ടെ. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എനിക്കൊരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്, ശരിയാവോ ഇല്ലേ എന്നുള്ളത്. നോക്കാം, ആദ്യത്തെ ട്രൈ അല്ലേ.
അപ്പോൾ അങ്ങനെ എൻ്റെ പൂവ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഷേപ്പിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. നമ്മൾ വരച്ച രീതിയിലേക്ക് പെയിൻ്റ് അടിച്ചപ്പോൾ ആ ഒരു എഡ്ജിലൊക്കെ കറക്റ്റായിട്ട് ഒരു ഷേപ്പ് ഉണ്ടാവുമല്ലോ, ആ ഷേപ്പിലെത്തണ്ടായിരുന്നില്ല. ചില സ്ഥലമൊക്കെ കറക്റ്റായിരുന്നു, ചിലത് എനിക്ക് അപ്പുറത്തെ സൈഡ് എൻ്റെ എന്തോ ഒരു പാളിച്ച വന്നതുപോലെ തോന്നി. പക്ഷെ ദൂരെ നോക്കുമ്പോൾ ഓക്കെ, കുഴപ്പമില്ല. അടുത്തുനിന്ന് കാണുമ്പോൾ എന്തോ ഒരു ഷേപ്പിലൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇലയും സംഭവങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ പേര് നല്ല രീതിയിൽ സജഷൻ പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കുറേ പേര് എന്നോട് നല്ല രീതിയിലുള്ള ഫീഡ്ബാക്കാണ് പറഞ്ഞത് ഈ ഡ്രസ്സിൻ്റെ ഔട്ട് കണ്ടിട്ട്. ഇതിൻ്റെ ഫോട്ടോ ഞാൻ വേറെ ചെയ്തിട്ടുള്ള ഫോട്ടോ ഞാൻ അറ്റാച്ച് ചെയ്യാം. എല്ലാവർക്കും ഒരുപാട് പേര് എന്നോട് നല്ലതാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഡ്രസ്സിൽ ഒരു ഫാബ്രിക് പെയിൻറ്റിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഭയങ്കരമായിട്ട് വരയ്ക്കാൻ അറിയണമെന്നോ എന്നൊന്നുമില്ല. ഇപ്പം ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന തന്നെ ഒരു ഡിസൈനുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡിസൈനിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് പറ്റിയൊരു കുറേ ആപ്പും ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് നോക്കി വരയ്ക്കാനായിട്ട്, ട്രേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു പ്രിൻ്റ് എടുത്തിട്ട് അത് നമ്മുടെ ബട്ടർ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തിട്ടായാലും അങ്ങനെ പെയിൻറ്റ് ചെയ്യാവുന്നതുമാണ്. അതും ഒരു നല്ല സജഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഫൈനൽ ഔട്ട്. ഞാനപ്പോൾ ഇതൊരു ഫസ്റ്റ് ട്രൈ ആയിട്ടാണ് ചെയ്തത്. ഞാനപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതേപോലെ എനിക്ക് കുറച്ചും കൂടി ഡ്രസ്സിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതാണോ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റിലും കൂടെ പറയണേ. എന്നെപ്പോലെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ തന്നെ ഡ്രസ്സിൽ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.